രാജീവ് ചന്ദ്രശേഖറിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനം. ബി.ജെ.പി സംസ്ഥാന സെല്ലുകളുടെ ഗ്രൂപ്പിലാണ് രൂക്ഷ വിമർശനം ഉയർന്നത്. മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ചു പോകുന്നതിൽ രാജീവ് പരാജയപ്പെട്ടു. ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളതെന്നും വിമർശനം. ഏതായാലും ബി.ജെ.പിയിൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വല്ലാതെ പ്രതിസന്ധിയിലായി പോകുന്ന ബി.ജെ.പി നേതൃത്വത്തെ ഏറ്റവും പ്രധാനമായും പല പ്രശ്നങ്ങളിൽ നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ഇപ്പോൾ തിരുമല അനിലിന്റെ ആത്മഹത്യ, അതിനുശേഷം പ്രജു മഹാദേവിന്റെ വിഷയം, ഇതിലൊക്കെ സംസ്ഥാന നേതൃത്വം വല്ലാതെ പ്രതിക്കൂട്ടിലാകുന്നത് കാണുന്നു. ദേശീയ അധ്യക്ഷൻ നഡ്ഡ പങ്കെടുത്ത യോഗത്തിലടക്കം സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ സെല്ലുകളുടെ യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, ബി.ജെ.പി സംസ്ഥാന സെല്ലുകളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംസ്ഥാന അധ്യക്ഷനെതിരെ ഇവരുടെ വിമർശനം? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംസ്ഥാന അധ്യക്ഷനെതിരെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനം അണികളുടെ ഭാഗത്തു നിന്നും മറ്റു വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇതും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസവും പ്രജു മഹാദേവിന്റെ പരാമർശത്തിൽ ബി.ജെ.പി പ്രതിരോധിച്ചില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷനോ നേതൃത്വമോ ഒരു പ്രതിരോധം തീർത്തില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന സെല്ലുകളുടെ ഗ്രൂപ്പിലും ഇത്തരത്തിൽ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ എത്തിയിരിക്കുന്നത്. അതായത് മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു. ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു തവണ പോലും അധ്യക്ഷൻ സെല്ലുകളുടെ കാര്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ 5 പൈസയുടെ ഗുണമില്ലാതെ ഈ രാജീവ് ചന്ദ്രശേഖർ താഴേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ബി.ജെ.പിയുടെ 20 സെല്ലുകളുടെ സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിലും ഇതേ രീതിയിലുള്ള വിമർശനമായിരുന്നു സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നത്. അതായത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് പിന്നാലെ ദൂരത്തിനപ്പുറം വേറൊന്നും തന്നെ പാർട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ നേതാക്കൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സംസ്ഥാന നേതൃത്വമോ അധ്യക്ഷനോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത്. നേതാക്കൾക്കോ അല്ലെങ്കിൽ അണികൾക്കോ ഒരു പാർട്ടിക്കോ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ ഏത് രീതിയിൽ ചെറുത്തു നിൽക്കണം എന്ന രീതിയിലുള്ള ഒരു കാര്യവും തന്നെ സംസ്ഥാന അധ്യക്ഷന് അറിയുന്നില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നതും കഴിഞ്ഞ ദിവസമുള്ള വിമർശനങ്ങൾ ഉയരുന്നതിന് പിന്നാലെ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കിയിരുന്നു. ഇപ്പോൾ ഈ മീഡിയ സെൽ ഗ്രൂപ്പിലും അതേ രീതിയിൽ, അതായത് വിമർശനം ഉയർന്നതോടെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കി മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വത്തെ അല്ലെങ്കിൽ സംസ്ഥാന ബി.ജെ.പി നയിക്കാൻ ഒരു അധ്യക്ഷന് കഴിയുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇത് വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും പാർട്ടിയിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ അതിർത്തി ഉയരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. മനു.